നമസ്കാരം. ഇറാന്റെ തിരിച്ചടിക്ക് പിന്നാലെ ഇസ്രയേലും ഇറാനും തമ്മിൽ പൂർണ്ണമായ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്ന നാടകീയ പ്രഖ്യാപനങ്ങളുമായി ട്രംപ്. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് ഇറാനും ഇസ്രയേലും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ സന്നദ്ധത US ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മതം വാങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാന് ഒരു വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവകാശപ്പെടുന്നത്. ഇരു രാജ്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പോസ്റ്റ്. എല്ലാവർക്കും അഭിനന്ദനം. ഇസ്രയേലും ഇറാനും പൂർണ്ണമായ വെടിനിർത്തലിന് സമ്മതിച്ചു. ഇരു രാജ്യങ്ങളും അവരുടെ അന്തിമ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഏകദേശം 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ ആരംഭിക്കും. ഇറാനാകും വെടിനിർത്തൽ ആരംഭിക്കുക. 12 മണിക്കൂറിന് ശേഷം ഇസ്രയേലും അത് പിന്തുടരും. 24 മണിക്കൂറിന് ശേഷം യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗികമായി കണക്കാക്കുമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. അതേസമയം ഖത്തറിലെ US ബേസിലേക്ക് നടത്തിയ ആക്രമണത്തോടെ അമേരിക്കയോടുള്ള സൈനിക പ്രതികരണം തൽക്കാലത്തേക്ക് ഇറാൻ അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന. തുടർന്നും അമേരിക്ക പ്രകോപിപ്പിച്ചാൽ പ്രതികരിക്കാമെന്നതാണ് ഇറാന്റെ നിലപാട്. അതേസമയം അമേരിക്കയോട് പകവീട്ടാൻ ലക്ഷ്യമിട്ട് ഇറാൻ ഖത്തറിലെയും ഇറാഖിലെയും 2 US സൈനിക താവളങ്ങൾക്ക് നേരെയാണ് മിസൈൽ ആക്രമണം നടത്തിയത്. 10 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദോഹയിലെ അൽ ഉദൈദ് സൈനിക താവളമാണ് ഖത്തറിൽ ലക്ഷ്യമിട്ടത്. അവിടെ 10,000-ലേറെ US സൈനികരും 100 വിമാനങ്ങളും തന്ത്രപ്രധാന ബോംബറുകളും ടാങ്കുകളുമുണ്ട്. ആക്രമണ മുന്നറിയിപ്പിന് പിന്നാലെ സജ്ജമായ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈലുകൾ ചേർത്തു. ആർക്കും അപകടം സംഭവിച്ചതായി റിപ്പോർട്ടില്ല. ദോഹയിലെ ആകാശത്ത് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി മലയാളികൾ പറഞ്ഞു. പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ആക്രമണം ചേർത്തത്. സ്ഥിതിഗതികൾ വിലയിരുത്താനും ഭാവി നടപടികൾ തീരുമാനിക്കാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഖത്തറും UAEയും കുവൈറ്റും ബഹ്റൈനും വ്യോമപാത താൽക്കാലികമായി അടച്ചു. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെ ഇത് ബാധിക്കും. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ മാറണമെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. വ്യോമപാത അടച്ചതിന് പിന്നാലെ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങി. US താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടത് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണെന്ന് ഇറാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ആക്രമിച്ചിട്ട് സുഖമായി രക്ഷപ്പെട്ടു പോകുന്ന കാലം കഴിഞ്ഞെന്നാണ് ഇറാൻ സേനാ വക്താവ് മുന്നറിയിപ്പ് നൽകിയത്. അൽ ഉദൈദ് സൈനിക താവളത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടത് ഹ്രസ്വദൂര മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളാണെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥൻ CNN-നോട് പറഞ്ഞു. ജീവഹാനി ഒഴിവാക്കാൻ തങ്ങൾ മുൻകൂറായി ഖത്തറിന് ആക്രമണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഖത്തർ അധികൃതരുമായിട്ടുള്ള ഏകോപനത്തോടെയാണെന്നും ഇറാനിയൻ കേന്ദ്രങ്ങൾ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. US-ന്റെ ബോംബിങ്ങിന് പ്രതീകാത്മകമായ മറുപടി നൽകാനാണ് ലക്ഷ്യമിട്ടത്. വിജയത്തിന്റെ അനുഗ്രഹം എന്ന പേരുള്ള അബു അബ്ദുള്ള എന്ന് പേരിട്ടായിരുന്നു തിങ്കളാഴ്ചത്തെ ആക്രമണങ്ങൾ. ഖത്തറിൽ 19 US സൈനിക താവളങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും വലുത് അൽ ഉദൈദാണ്. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമ ഓപ്പറേഷനുകൾക്കായിട്ടുള്ള പ്രധാന താവളമാണ്. രാജ്യത്തെ പൗരന്മാരുടെയും സന്ദർശകരുടെ സുരക്ഷ കണക്കിലെടുത്ത് വ്യോമപാത താൽക്കാലികമായി അടയ്ക്കുകയാണെന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരുന്നു. സുരക്ഷിത സ്ഥലങ്ങൾ തേടാൻ തങ്ങളുടെ പൗരന്മാരോട് UK US എംബസികൾ നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ഖത്തറിന്റെ ഉത്തരവ്.